കമ്പോസ്റ്റ് ബിൻ ഉണ്ടാക്കാൻ ഞാൻ ഉപയോഗിച്ച സാധനങ്ങൾ 2 ബക്കറ്റ്, ക്യാൻ ടാപ്പ്, സിലിക്കോൺ സീലൻ, പിന്നെ ബക്കറ്റിൽ ഹോൾ ഉണ്ടാക്കാനൊരു കൂർത്ത ഒരു ഇൻസ്ട്രുമെൻറ്റ്. ആദ്യത്തെ ബക്കറ്റ് ഏകദേശം ഇതിന് 180 രൂപയായി. അടപ്പുള്ള ബക്കറ്റാണ്. രണ്ടാമത്തെ ബക്കറ്റ് ആദ്യത്തെ ബക്കറ്റേക്കാൾ ചെറുതായിരിക്കും. അതായത് അതിലേക്ക് ഇറക്കി വയ്ക്കുമ്പോൾ ഇങ്ങനെ പൊങ്ങി നിൽക്കും. അതായത് അടിയിൽ സ്ലറി കളക്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ സ്ലറി അല്ലെങ്കിൽ ടീ കളക്ട് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാക്കാനാണ് അത് ചെയ്യുന്നത്. ഇത് ക്യാൻ ടാപ്പ് ഇതിന് ഏകദേശം 50 രൂപ വിലയുണ്ട്. ഇത് സിലിക്കോൺ സീലൻ്റ്, ഇതിന് 40 രൂപ വിലയാണ്. പിന്നെ ഇത് ഹോൾ ഉണ്ടാക്കാനുള്ള, ആ ബക്കറ്റിൽ ഹോൾ ഉണ്ടാക്കാനുള്ള കൂർത്ത ഇൻസ്ട്രുമെൻറ്റ്. ഈ ക്യാൻ ടാപ്പിൽ 2 വാഷേഴ്സ് ഉണ്ട്. ഈ രണ്ട് വാഷർ. ഈ ആദ്യത്തെ വാഷർ ബക്കറ്റിൻ്റെ വെളിയിൽ വരും, ഇത് ബക്കറ്റിൻ്റെ അകത്ത് വരും. അതിനുശേഷം ഈ ഒരു സ്ക്രൂ വെച്ചിട്ട് അത് ടൈറ്റൻ ചെയ്യണം ബക്കറ്റിൻ്റെ അകത്ത്. ചെറിയ ബക്കറ്റിൻ്റെ അടിയിലാണ് നമ്മൾ ഈ ടാപ്പ് ഫിക്സ് ചെയ്യുന്നത്. ഏകദേശം 2-3 ഇഞ്ച് മുകളിൽ ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഹോൾ ഉണ്ടാക്കണം. ആ ഇൻസ്ട്രുമെൻറ്റ് പഠിപ്പിക്കുകയാണ്. ഇതിന് പകരം ഇൻസ്ട്രുമെൻറ്റ് പോലെ സോൾഡറിങ് അയൺ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഹോൾ ഉണ്ടാക്കിയാലും മതി. രസമായിരിക്കുകയാണ് കേട്ടോ അടുപ്പിൽ. ഈ ക്യാൻ ടാപ്പ് 1/2 ഇഞ്ചിൻ്റെ ക്യാൻ ടാപ്പാണ്. അപ്പോൾ ഏകദേശം 1/2 ഇഞ്ചിൻ്റെ ഒരു ഹോൾ ഉണ്ടാക്കണം. ഇവിടെ നമ്മളത് ഈ ചുട്ടുപഴുത്ത ഈ ഷാർപ്പ് ഇൻസ്ട്രുമെൻ്റ് പിയേഴ്സ് ചെയ്ത് ഇടാൻ വേണ്ടി ഉണ്ടാക്കിയ ഹോള്. ഇത് ക്യാപ്പിൻ്റെ ഈ നട്ട് ഇളക്കിയിട്ട്, ആദ്യത്തെ വാഷർ ഇളക്കിയിട്ട് വേണം ഇൻസ്റ്റാൾ ചെയ്യാൻ. ഇതിലേക്ക് കയറ്റി സ്ക്രൂ ചെയ്ത് കയറ്റണം. എന്നിട്ട് ഈ സിലിക്കോൺ സീലൻ്റ് ഈ വാഷറിൻ്റെ അകത്ത് പുരട്ടണം. അത് ലീക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് സിലിക്കോൺ സീലൻ്റ് നമ്മൾ പുരട്ടുന്നത്. ഓക്കെ. എന്നിട്ട് നല്ലതുപോലെ ഇത് ടൈറ്റൻ ചെയ്യണം. ഓക്കെ. എന്നിട്ട് ഇടുന്ന വാഷറാണ്, ക്യാൻ ടാപ്പിൻ്റെ അകത്തിടുന്ന വാഷറാണ്. ഇതിലും കുറച്ച് സിലിക്കോൺ സീലൻ്റ് പുരട്ടിയിട്ട് ഇതാണ്ട് ഇതിൻ്റെ അകത്തേക്ക് വയ്ക്കുക. എന്നിട്ട് ആ നട്ട് കൊണ്ട് ഇത് മുറുക്കുക. ഓക്കെ, ഈ സിലിക്കോൺ സീലൻ്റ് ഉണങ്ങിയതിന് ശേഷം ഈ ബക്കറ്റിൽ ലീക്ക് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കുറച്ച് നേരം 10-15 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. സിലിക്കോൺ സീലൻ്റ് ഉണങ്ങുന്ന സമയത്ത് നമുക്ക് ഈ ബക്കറ്റിൻ്റെ അടപ്പിലും, വലിയ ബക്കറ്റിൻ്റെ അടപ്പിലും സൈഡിലും ഹോൾസ് ഉണ്ടാക്കണം. ഹോൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ചെറിയ ഹോൾ ഉണ്ടാക്കിയത്. കാരണം സോൾജർ ഫ്രൈ അകത്ത് കയറി മുട്ടയിടാൻ പാടില്ല. അതുകൊണ്ട് വളരെ ചെറിയ ഹോളേ ഉണ്ടാക്കാവേ. ഒരു സോൾജർ ഫ്രൈക്ക് ഏകദേശം ഒരു 1.5 സെൻറ്റിമീറ്റർ നീളം വരും. ഇതുപോലെ ചെറിയ ഹോൾസ് ഉണ്ടാക്കണം.
ഈ ഹോൾസ് ഉണ്ടാക്കുന്നത് ഈ കമ്പോസ്റ്റ് നടക്കാൻ വേണ്ടി ഓക്സിജൻ ആവശ്യമാണ്. അപ്പോൾ എയർ ടൈറ്റ് ആണെങ്കിൽ അത് ശരിക്കും നടക്കില്ല. അതിനാണ് ഈ ഹോൾസ് ഉണ്ടാക്കുന്നത്. നമ്മൾ വലിയ ബക്കറ്റിൻ്റെ അടപ്പിൽ ഹോളുണ്ടാക്കി, അതിൻ്റെ സൈഡിൽ ഹോളുണ്ടാക്കി, ഇത് കൂടാതെ താഴെ ഹോളുണ്ടാക്കി, സ്ലോപ്പ് ഹോളെടുത്ത് താഴെ വന്ന ആ സ്ലറി, അതായത് ഈ വേസ്റ്റ് കമ്പോസ്റ്റ് ആകുമ്പോൾ സ്ലറി പ്രൊഡ്യൂസ് ചെയ്യും, ഒരു ടീ എന്ന് പറയും. അത് ഈ ഹോളിൽ കൂടെ താഴത്തെ ബക്കറ്റിൽ വന്ന് കളക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ലീക്കൊന്നും കാണുന്നില്ല. ഇനി ചെയ്യേണ്ടത് അന്നുള്ള വേസ്റ്റ് ഇതിൻ്റെ അകത്ത് ഇടുക, കിച്ചൺ വേസ്റ്റ് ഇടുക. കിച്ചൺ വേസ്റ്റ് ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ഉണങ്ങിയില്ല എന്ന് പറഞ്ഞാൽ കാർബൺ റിച്ചാണ്. കിച്ചണിൽ വെറ്റ് വേസ്റ്റ് നൈട്രജൻ റിച്ചാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പോഴേ നല്ലൊരു കമ്പോസ്റ്റ് കിട്ടും, പെട്ടെന്ന് കമ്പോസ്റ്റിംഗ് നടക്കുകയും ചെയ്യും. ഇതിൻ്റെ മുകളിൽ എന്നിപ്പോൾ കിച്ചൺ വേസ്റ്റ് കഴിഞ്ഞു, ഞാൻ മറ്റേ ബിന്നിൽ ആഡ് ചെയ്തു. കിച്ചൺ വേസ്റ്റ് ഇട്ടിട്ട് ഇതിന് മുകളിൽ ചകിരിച്ചോറ്, ചാണകപ്പൊടി ഒരു മിക്സ്ചർ, വേപ്പിൻ പിണ്ണാക്ക്, ഈ ഒരു മിക്സ്ചർ ഇവിടെ മുകളിൽ വിതറിയാൽ നല്ലതായിരിക്കും. ഇതൊക്കെ കൂടാതെ കമ്പോസ്റ്റിംഗ് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ഏജൻറ്റ് ആഡ് ചെയ്താൽ നല്ലതായിരിക്കും. അതായത് അത് പല രീതിയിലുണ്ടാകും. ഉപ്പില്ലാത്ത കഞ്ഞിവെള്ളത്തിൽ ശർക്കര ലയിപ്പിച്ച് 3 ദിവസം പുളിപ്പിച്ചിട്ട് അത് ഇതിലേക്ക് ഒഴിക്കാമെന്ന് പറഞ്ഞാൽ ഒരുപാട് ഒഴിക്കേണ്ട, വളരെ കുറച്ച് ഒഴിച്ചാൽ മതി. അല്ലെങ്കിൽ തൈരിൽ ശർക്കര ലയിപ്പിച്ച് ഒരു 3 ദിവസം പുളിപ്പിച്ചിട്ട് ഇതിലൊഴിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള സൊല്യൂഷൻസ് വാങ്ങിക്കാൻ കിട്ടും, മൈക്രോ ഓർഗാനിസംസ് ആണ്. ഇതിൽ നമ്മൾ ഇതിന് 1/2 ലിറ്ററാണ്, 1/2 ലിറ്റർ കുപ്പിയാണ് ഇത്. 3 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് അതിൻ്റെ അകത്ത് 1/2 കിലോ ശർക്കരയും കൂടെ, ശർക്കര വലിയ കൂടി ശർക്കരയൊന്നും വാങ്ങിക്കണ്ട, ചെറിയ ബ്രൗൺ നിറമുള്ള ശർക്കര ആഡ് ചെയ്ത് 12 hours കഴിഞ്ഞിട്ട് അത് ഇതിൻ്റെ അകത്തേക്ക് തളിക്കാം. ഇതിനങ്ങാണ്ട് 260 രൂപയാണ് വില. ഇത് പക്ഷേ ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ബക്കറ്റ് കണക്ക് ഒരുപാട് ഒഴിക്കണ്ട, വളരെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. കുപ്പിയിലേക്ക് കളക്ട് ചെയ്ത്, ഇപ്പോൾ സ്ലറി ഒന്നും ആയിട്ടില്ല, ഞാൻ ഇന്നലെ വെച്ചതേ ഉള്ളൂ. സ്ലറി ഒരു കുപ്പിയിൽ കളക്ട് ചെയ്ത് വളരെ പൊട്ടൻറ്റ് ഒരു ഫെർട്ടിലൈസറാണ് ഈ സ്ലറി അല്ലെങ്കിൽ ടീ. അത് നമ്മൾ 1 കപ്പിന് 5 കപ്പോ അല്ലെങ്കിൽ 10 കപ്പോ വെള്ളം ചേർത്ത്, അതായത് അത് എത്ര നാൾ ഇരിക്കുന്നു, ഇപ്പോൾ 1 month ഇരുന്ന് കഴിഞ്ഞാൽ ആ സ്ലറി ഇരിക്കുകയാണെങ്കിൽ ഒരു 10-20 കപ്പ് വെള്ളം ചേർക്കണം. അതിൻ്റെ ഇത് പൊട്ടൻസി കൂടും. എന്നിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം. നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു കമ്പ് വെച്ച പോലെ ഇളക്കി കൊടുത്താൽ നന്നായിരിക്കും.